നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് കുറച്ച് എണ്ണയായിട്ട് വരുമ്പോൾ നമുക്ക് അത് കളയാനായിട്ട് ഒരു വിഷമമാണ് അല്ലേ. അപ്പൊ എൻ്റെ ഒരു അവസ്ഥ പറയണേന് 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ എണ്ണയാണെങ്കിലും ഒന്ന് കളയുമ്പം ഒരു വിഷമമാണ്. ഇത് ഞാൻ കുറച്ച് ഉപയോഗിച്ചാൽ മതിയായിരുന്നു മാത്രം അങ്ങനെ ചിന്തിക്കും. പക്ഷെ എത്ര കുറച്ച് ഉപയോഗിച്ചാലും ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും നമുക്ക് ബാക്കി വരേണ്ട അവസ്ഥ വരും. നമ്മൾ എത്ര സൂക്ഷിച്ചാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. കറിക്കൊക്കെ ആണെങ്കിൽ നമുക്കത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്കത് എങ്ങനെ റീയൂസ് ചെയ്യാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം മീൻ ഫ്രൈ ചെയ്താലും എന്ത് ഫ്രൈ ചെയ്താലും അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. പിന്നീട് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാനൊന്നും ഞാൻ പറയില്ല, അത് നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കോൺഫ്ലവർ കൊണ്ടൊരു മാജിക്കാണ്. അപ്പം നിങ്ങൾ കോൺഫ്ലവർ പൊടി കൊണ്ടിട്ടാ. അപ്പം നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ച എണ്ണ എങ്ങനെയാണ് നമുക്ക് റീയൂസ് ചെയ്യാന്ന്, അത് പോയി കാണുക കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു എണ്ണ കൊണ്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ ഫ്ലോറിൽ നിന്ന് തുടങ്ങാം കേട്ടോ. തറയിൽ കൂടുതൽ ഈച്ചയും പ്രാണികളൊക്കെ വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിഡിലനായിട്ടുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ. അതിനാദ്യമായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കുന്ന അപ്പം തന്നെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഷാംപൂ ഇഷ്ടമുള്ളവർക്ക് ഷാംപൂ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ ഞാൻ ലിക്വിഡ് സോപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പുൽത്തൈലം ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ആ ഒരു പുൽത്തൈലും സോപ്പ് പൊടിയും ഉപ്പും മിക്സ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുൽത്തൈലൊക്കെ ഇങ്ങനെ വിട്ട് കിടക്കും, അങ്ങനെ പാടില്ല. നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക. അതിലേക്ക് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഇത് എടുത്ത് വെച്ച് ഉപയോഗിച്ചാൽ അത്ര എഫക്റ്റ് കിട്ടാറില്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയത്ത് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ എഫക്റ്റ് ആയിട്ട് തോന്നിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച്. എന്നിട്ട് നമ്മൾ ഏതൊരു മോപ്പാണ് ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനത്തെ മോപ്പല്ല സാധാ മോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ബക്കറ്റിൽ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ തുണി പിഴിഞ്ഞ് എടുത്ത് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. നല്ല അഴുക്ക് പോകാനും വെട്ടിത്തിളങ്ങുവാനും അതുപോലെ തന്നെ പ്രാണികളെ ശല്യം സന്ധ്യ സമയങ്ങളിൽ നിങ്ങൾ ഇതൊന്ന് തളിച്ചതിന് ശേഷം വീട് മൊത്തം തുടച്ചാലും കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വാതിലടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് തളിച്ച് നല്ലതുപോലെ തുടച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ല് കൊണ്ട് കൊതുകിന്റെ ശല്യമേ ഉണ്ടാവില്ല. അടുത്തതായിട്ട് ഞാൻ ബാക്കി വന്ന ആ ഒരു എണ്ണ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. കൂടുതലൊന്നും വരാറില്ല. ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ നോക്കിയാലും ഇതുപോലെ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എണ്ണ ബാക്കി വരാറുണ്ട്. അപ്പൊ നമുക്കത് കളയാനൊരു വിഷമമായിരിക്കും അല്ലേ. നമുക്കത് വെറുതെ കളയാനായിട്ട് നമുക്ക് വെച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അത് അത്ര നല്ലതുമല്ല. അപ്പോൾ ഈ ഒരു എണ്ണ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം, നമുക്കത് ഉപകാരപ്രദമാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഈ മഴക്കാലത്ത് വളരെ ഉപകാരപ്രദമായ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. ആ ഒരു തരികളും പൊടികളും ഒക്കെ മാറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മൾ ഇതുപോലുള്ള ഗ്ലാസ്സുകൾ ഏതെങ്കിലും, അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പാത്രങ്ങളോ നിങ്ങൾക്ക് ഭംഗിയുള്ള, അല്ലെങ്കിൽ ഈവൻ നമ്മൾ പേപ്പർ ഗ്ലാസ് ഇല്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തിരി ഭംഗിയുള്ള ഒരു പാത്രമൊക്കെ എടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നല്ലതാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മളെ മൈൻഡിൽ എപ്പോഴും വരും. നമ്മളെ ചുറ്റിനുള്ള ഒരു ഇത് നല്ല ഭംഗിയായിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് മനസ്സിനൊരു പോസിറ്റിവിറ്റി കിട്ടും കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്.
അപ്പോൾ അടുത്ത ഞാനൊരു ഇല പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടി. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറില്ലേ, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറാണെങ്കിൽ കൂടുതൽ നല്ലത്, ഒരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റേ വെള്ള കവറാണെങ്കിൽ അത്ര ഭംഗി തോന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്കത് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് കൂടുതൽ ഇത്തിരി കൂടി ഭംഗിയിൽ വരാനായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അല്ല നിങ്ങൾക്ക് പ്രാണികളും ഈച്ചൻ്റെയൊക്കെ ശല്യം മാറാൻ മാത്രമാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു കവർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പുൽത്തൈലമാണ് കേട്ടോ. ആ പുൽത്തൈലം ഈ വെള്ളത്തിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇളക്കിയൊന്നും ചെയ്യരുത്. അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ ഒരു എണ്ണ, ബാക്കി വന്ന ഈ ഒരു എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഇളക്കരുത്, അതിൻ്റെ മേളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് തിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തിരി എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കോട്ടൺ തുണിയില്ലേ, അതും നമുക്ക് ഇതുപോലെ നമുക്ക് കോട്ടൺ തുണി ഇതുപോലെ പിരിച്ചെടുത്തതിന് ശേഷം അടിഭാഗത്ത് ഇതുപോലെ ഒരു കെട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു ലിക്വിഡിൽ നമ്മൾ ഓയിലും പുൽത്തൈലത്തിൻ്റെയും മിശ്രിതത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു കെട്ടിടുന്നത് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ഇരിക്കാനാണ്. ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ കെട്ടിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സന്ധ്യ സമയങ്ങളിലും അതുപോലെ തന്നെ പ്രാണിശല്യം കൂടുതലുള്ള സമയങ്ങളിലൊക്കെ ഇത് കത്തിച്ച് വെച്ചാൽ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ. നമുക്ക് സന്ധ്യ സമയങ്ങളിൽ നില പകലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കറണ്ട് പോയാൽ പോലും നമുക്ക് ഇതുപോലെ ചെയ്താൽ നമുക്കതൊരു വെട്ടവുമായി. കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൊതുകിന്റെ ശല്യമായിരിക്കും അല്ലേ, നമുക്ക് ഇരിക്കാൻ കൂടി പറ്റില്ല, അത്ര കൊതുകിന്റെ ശല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊതുകിന്റെ ശല്യം പോവും. അതുപോലെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നമുക്കിത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു എണ്ണ കുറവായത് കൊണ്ട് ഒരു പാത്രത്തിൽ മാത്രമേ ഉണ്ടാക്കി കാണിച്ചു തന്നുള്ളൂ. നമുക്ക് എണ്ണ എത്രയും ഉണ്ടോ അത്രയും നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ 3 റൂമുള്ള വീടാണെങ്കിൽ 3 റൂമിലും നമുക്ക് ഇതുപോലെ കത്തിച്ച് വെക്കാം. ഇത് നല്ലതുപോലെ ഇതുപോലെ കത്തണ്ടെങ്കിൽ നമ്മൾ ആ തിരി ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. നേരിയ പുകയോടുകൂടി മതി നിങ്ങൾക്ക് ആ ഒരു സ്മെല്ലെങ്കിൽ നിങ്ങൾ ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു നേരിയ ഒരു ഇതേ വരുള്ളൂ കേട്ടോ, പുക പോലെ വരികയുള്ളേ. ഈ മഴക്കാലത്ത് ഇപ്പൊ കൊതുക്, ഈച്ച ഇവയെല്ലാം പല രോഗങ്ങളും നമുക്ക് വരുത്തുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ ഈ കളയുന്ന എണ്ണ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്പുകളാണ് കാണിച്ചത്. അതുപോലെ നിലം തുടക്കുന്ന ആ ഒരു ലിക്വിഡ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകുക. തീർച്ചയായിട്ടും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.